ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലവിലത്തെ പ്രധാന ചർച്ചാ വിഷയം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വഖഫ് ബോർഡ് നിയമത്തിൽ ഭേദഗതികൾ വരുത്തണമെന്ന സർക്കാരിന്റെ വാദത്തോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പാർലമെന്റിന്റെ ഉള്ളിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുന്നത്. വഖഫ് ബോർഡുകളിലെ ഭേദഗതികൾ രാജ്യത്തിന്റെ സമത്വത്തെ ബാധിക്കും എന്ന തരത്തിലേക്കുള്ള വാദങ്ങളും ഒപ്പം ഹൈന്ദവ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള ഹൈന്ദവ മതസ്ഥരുടെ മതദേവാലയങ്ങളിൽ എന്തുകൊണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം കാര്യമായ രീതിയിൽ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നത്. എന്നാൽ കേരളത്തിലും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കാര്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങൾ സർക്കാരിന്റെ നിലപാടിനോട് ഉറച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചില ചോദ്യങ്ങൾ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിനും എതിരായി ഉയർത്തുന്നുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രൈസ്തവ സമുദായത്തിന്റെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ ഇന്ന് വന്ന അവരുടെ മുഖപത്രം. അതിന് തലക്കെട്ട് വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്നുള്ള തലക്കെട്ടോടുകൂടി ഫാദർ ജോഷി മയ്യാറ്റിൻ തയ്യാറാക്കിയ എഡിറ്റോറിയലാണിത്. അതിൽ പറയുന്നത്, ആ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വേണ്ടി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമോ? ജൂലൈ 26-ന് മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ഗുർബാൻ സിംഗ് അഹ്ലുവാലിയ ചോദിച്ച ചോദ്യമാണിത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കെതിരെ 3 ചരിത്ര സ്മാരകങ്ങളും അവയുൾക്കൊള്ളുന്ന പറമ്പുകളും തങ്ങളുടേതാണെന്ന വഖഫ് ബോർഡിന്റെ 2013 ജൂലൈ 19 വിധിത്തീർപ്പ് തള്ളിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിലാണ് ഈ ചോദ്യം ഉയർന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ ജോഷി മയ്യാറ്റിന്റെ ഈ എഡിറ്റോറിയൽ പേജ് ആരംഭിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ചില ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. 32 വഖഫ് ബോർഡുകളാണ് 1995 മുതൽ ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ന് ഇന്ത്യയിൽ വഖഫിന് കീഴിൽ 8 ലക്ഷം ഏക്കർ ഭൂമിയിലായി 8,72,292 രജിസ്റ്റേർഡ് സ്ഥാവര ജംഗമ വസ്തുക്കളാണുള്ളത്. 1995 പാസാക്കിയ നിയമമനുസരിച്ച് യാതൊരു രേഖയും ഇല്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിലുള്ള വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കാൻ ബാധ്യതയുള്ളത് ആ പ്രദേശവാസികൾക്കാണ്. അവർ തെളിവുകളുമായി പോകേണ്ടത് കോടതിയിലേക്കല്ല, വഖഫ് ട്രിബ്യൂണൽ കോർട്ടിലേക്കാണ്. അത്തരം ജനദ്രോഹപരമായ നിയമനിർമ്മാണമാണ് കോൺഗ്രസ് സർക്കാർ നടത്തിയത് എന്ന രൂക്ഷമായ ഒരു പ്രതിഷേധവും ഈ എഡിറ്റോറിയൽ അവർ ഉയർത്തുന്നുമുണ്ട്. കൂടാതെ വഖഫിന്റെ ചരിത്രങ്ങളും വഖഫ് ബോർഡ് വന്നതിന്റെ പിന്നാമ്പുറ കഥകളും ഒക്കെ എഡിറ്റോറിയൽ വ്യക്തമായി പറയുന്നു. പിന്നീട് മുഖപ്രസംഗത്തിൽ ഉയർത്തുന്നത് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഇവയാണ്: സുൽത്താൻ മുഈസുദ്ദീൻ സാം ഒരിക്കൽ വഖഫാക്കിയത് എന്നേക്കും വഖഫ് എന്ന കാഴ്ചപ്പാടിൽ അടങ്ങിയിരിക്കുന്ന അനീതിയും അക്രമവും കണ്ടില്ലെന്ന് നമ്മൾ നടിക്കുന്നത് എന്തുകൊണ്ടാണ്? സുൽത്താൻ വരുന്നതിന് മുമ്പ് ആ ഭൂമി ആരുടേതായിരുന്നു എന്ന ചോദ്യം എന്തേ ആരും ചോദിക്കാത്തത്? ആദ്യത്തെ അധിനിവേശ ശക്തികളായ പേർഷ്യൻ സുൽത്താനും മുഗൾ വംശവും ഒക്കെ കാലഹരണപ്പെട്ടു പോയപ്പോൾ പുതിയ അധിനിവേശ ശക്തികളായ യൂറോപ്യന്മാർ ഇവിടെ അധികാരം പിടിച്ചല്ലോ. ബ്രിട്ടീഷ് ഭരണം നടന്നപ്പോൾ അവർ അത് തങ്ങളുടെ ദൈവത്തിന് നേർച്ചയായി സമർപ്പിച്ചിരുന്നെങ്കിൽ അത് എന്നേക്കുമായി അങ്ങനെ നിലനിർത്തേണ്ടി വരുമായിരുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ദീപികയുടെ മുഖപത്രത്തിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ ഉയർത്തുന്നത്. കൂടാതെ ചില ഉദാഹരണങ്ങളും അദ്ദേഹം മുൻപോട്ട് വെക്കുന്നുണ്ട്. 2014 ഡൽഹിയിൽ ഏറ്റവും മുന്തിയ 123 പ്രോപ്പർട്ടികളാണ് കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡിന് കൊടുത്തത്. ചേറായി മുനമ്പം തീരദേശത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളുടെ ജീവിതം 2019 മുതൽ നിശ്ചലമാക്കിയിട്ടിരിക്കുകയാണ് കേരള വഖഫ് ബോർഡ്. മുനമ്പം വേളാങ്കണ്ണി മാതാ ഇടവക പള്ളിയുടെ മേലും പാഷനിസ്റ്റ് ആക്രമത്തിനുമേലും വഖഫ് ബോർഡിന്റെ അവകാശവാദം എന്ന ഡെമോക്ലിയൻ വാൾ തൂങ്ങിക്കിടക്കുകയാണ്. കാവേരി നദീതീരത്തുള്ള തിരുച്ചെന്തുറൈ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 2022 തമിഴ്നാട് വഖഫ് ബോർഡ് ആ ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിച്ചു. 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വർ അമ്പലവും അവിടെ ഉണ്ടെന്ന് ഓർക്കണം. അങ്ങനെ ചില ഉദാഹരണങ്ങളും ചില വാദങ്ങളും ദീപികയുടെ മുഖപത്രത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ലോക്സഭയിൽ പ്രതിപക്ഷം അതിനെ വാദിച്ചതിനെതിരെയും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ദീപിക തങ്ങളുടെ മുഖപത്രത്തിലൂടെ പ്രതിഷേധം അറിയിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാടിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ദീപികയുടെ മുഖപത്രം, അതായത് ക്രൈസ്തവ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ദീപികയുടെ മുഖപത്രത്തിൽ രൂക്ഷമായ ഭാഷയിലുള്ള അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ചോദ്യങ്ങളും ചില ഉദാഹരണങ്ങളും. ഇതിന് എന്തായിരിക്കും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുള്ള മുഖപത്രങ്ങളുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് വരുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.